നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉദയഭാനു ബാലനോട് പറഞ്ഞു, ബാല എന്താണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനിയിപ്പൊ ആകാശനോട് ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറയാണ്. ബാലൻ പറഞ്ഞു, ഇതങ്ങനെ ചോദിക്കാതെ വിട്ടിട്ട് കാര്യമില്ല ഉദയ സാറേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വലിയൊരു തെറ്റ് ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ല എന്ന് പറയണ. കടയിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറഞ്ഞാല് അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, നടക്കാനൊക്കെ ഉള്ളത് നടന്നു, ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലൻ പറഞ്ഞു, അല്ല ഇന്ന് അവൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇത് ആവർത്തിക്കില്ലെന്ന് ആര് കണ്ടു. ആ സമയം ശ്രീകല പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ബാലേട്ടൻ ചോദിക്കുന്നത് നല്ലതെന്ന് പറയാണ്. ഇനിയിപ്പം ചോദിക്കാതിരുന്നിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ അത് അവനൊരു വളവായി പോയിട്ടുണ്ടെങ്കിലോ എന്ന് പറയാണ്. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, അതെ അങ്കിളും ആന്റി ക്ഷമിക്കണമെന്ന് പറയാണ്. ക്ഷമിക്കാനോ എന്തിന്? അല്ല ആകാശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകാശിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുമെന്ന് പറയാണ്. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, അല്ല ബാല ഒരു കാര്യം ചെയ്യുക, ബാലിന് ഇനിയിപ്പം ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട്? അല്ല ആകാശം അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാം, ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ടാണോ ഇത്തരം പ്രശ്നങ്ങളൊന്നും അറിയത്തില്ലോ, ഞാൻ ഇവളെയും കൂട്ടി വീട്ടിൽ നിന്ന് പോയിക്കോളാന്ന് പറയാണ്. അതേട്ടാ ബാലൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, അല്ല ബാല ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് ബുദ്ധിമുട്ട്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ഒരിടത്തേക്കും പോകണ്ട എന്നൊക്കെ പറയണ. ഉദയഭാന്റെ ശ്രീകലയുടെ ആവശ്യം അതായിരുന്നല്ലോ, ബാലൻ ഇവിടെ നിർബന്ധിച്ച് തങ്ങളെ പിടിച്ചു നിർത്തണം. ആ സമയത്ത് ഉദയഭാനു പറഞ്ഞു, ഇനിയിപ്പോ ബാലൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഈ സെക്കൻഡിൽ തന്നെ പോയേനെന്ന് പറയാണ്. കാരണം അതുപോലെയുള്ള അപമാനമാണ് ഞങ്ങൾക്ക് കടയിലുണ്ടായത്. പിന്നെ ബാലൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ബാ ശ്രീകലെ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് മീനാക്ഷി ബാലനോട് പറഞ്ഞു, അച്ഛാ അങ്കിളും ആന്റിയും പറഞ്ഞത് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട, ഒരുപക്ഷെ ആകാശിനെ ചോദ്യം ചെയ്യുന്നതിനും വഴക്ക് പറയുന്നതിന് മുമ്പ് ആകാശിന് എന്താ പറയാനുള്ള, അല്ലെങ്കിൽ എന്താ ആകാശ് പറയണെന്ന് കേട്ടിട്ട് മതി ആകാശിനെ വഴക്ക് പറയാനെന്ന് പറയണം. അത് കേട്ടിട്ടും ബാലൻ പറഞ്ഞു, അവനോട് ചോദിച്ചിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല, കാരണം അവൻ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാ, എനിക്ക് അവനെ അറിഞ്ഞുകൂടെ, അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും മീനാക്ഷി, അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലെന്ന് ചോദിക്കുകയാണ്. മീനാക്ഷിക്കും ഇത്രയ്ക്ക് നല്ല സങ്കടമായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ആകാശ് ഇങ്ങനെ പറയുമോ എന്നൊരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിലുണ്ട്. അവിടുന്ന് ഇങ്ങനെ കടയെ നാട്ടി ഇറക്കി വിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മീനാക്ഷിക്ക് അപ്പൊ തന്നെ തോന്നുകയും ചെയ്തു. ഈ സമയത്ത് മുറിയിലേക്ക് വന്നിട്ട് ശ്രീകല ഉദയഭാനുവിനോട് ചോദിച്ചു, അല്ല ഉദയേട്ടാ ശരിക്കും ആകാശ് ഉദയേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടാണെന്ന് ചോദിക്കണം. പിന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണേ. ഞാൻ കടയിൽ നിന്ന് എങ്ങനെയാലും ഊരി പോരണോന്ന് ഓർത്തിരിക്കുമ്പോഴാ ഈ പറയുന്ന മീനാക്ഷിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, കിട്ടിയ അവസരം ഞാൻ മുതലാക്കി, അങ്ങനെ സംഭവിച്ച, അല്ലാതെ എന്നെ ഇറക്കി വിട്ടിട്ടൊന്നും ഇല്ലാന്ന് പറയണേ. ഹോ എന്റെ ദൈവമേ, ഈ ഉദയേട്ടനൊരു ബുദ്ധി. എനിക്ക് തോന്നി ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിലേ ബാലന്റെ സിമ്പതി പിടിച്ചു പറ്റാനും പറ്റും, നമുക്കിവിടെ കുറച്ച് നാൾ നിൽക്കാനും പറ്റുമെന്ന് പറയണേ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പിന്നല്ലാതെ ഉദയേട്ടൻ്റെ ബുദ്ധി കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നേ. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ വലിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തുവാണ്. ആ സമയത്ത് അലോകും അനുശ്രീയും കൂടെ കണ്ടുമുട്ടുവാണ്. പിന്നീട് അനുശ്രീ പറഞ്ഞു, അലോകെ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞുകൊണ്ടോന്ന് പറയണം. അലോക് പറഞ്ഞു, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ബാലമാമ വന്ന് വിളിക്കാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പച്ചാണെങ്കിലും നല്ല വാശിയില്ല, ബാലമാമ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ. ഈ സമയത്ത് അനുക്കുട്ടി പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അച്ഛനോട് ഞാൻ സംസാരിച്ചു, അച്ഛനും നല്ല ദേഷ്യത്തിലാ, അച്ഛനും വന്ന് വിളിക്കില്ല എന്ന് പറയണം. ഇപ്പൊ ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, വല്ലാത്ത സങ്കടമാ, അമ്മ ഇല്ലാതെ അവിടെ എനിക്ക് നിൽക്കാൻ പോലും തോന്നില്ലെന്ന് പറയണം. അലോക് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഞാൻ അപ്പച്ചോട് എന്ന് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ രണ്ട് സംസാരിച്ചെന്നോ കണ്ടുമുട്ടിയെന്നോ ആരും അറിയാൻ പാടില്ലെന്ന് പറയാണ്. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ല. പിന്നീട് അലോക് ബൈക്കിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും ഇറങ്ങി വന്നിട്ട് അനുസരിയോട് പറഞ്ഞു, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു കേട്ടോ, ഞാൻ ആരോടും പറയാൻ പോകുന്നൊന്നുമില്ല. പിന്നെ അപ്പച്ചി എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടാന്ന് പറയാണ്. അത് മതി, എനിക്ക് അലോകിന് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയാണ്. അലോകിനും ഭയങ്കര സന്തോഷമായി, കാരണം തന്നെ ഇവള് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അലോക് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം വീട്ടിലേക്ക് വരുവാണ്. ആര്യം വീട്ടിലേക്ക് വരുന്ന സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്രയോട് മീനാക്ഷി പറഞ്ഞു, എന്ത് പറയാനാ, നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അച്ഛനാണെങ്കിലോ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവര് പറയുന്നത് മാത്രം വിശ്വസിക്കുള്ളൂ, ആ ഉദയഭാനു അങ്കിളും ശ്രീകലാന്റിയും.
അവർ പറയുന്ന കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. അത് ശരി തന്നെയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്കിളിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ, പക്ഷെ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് സർവ്വനാശത്തിലേക്കോ ചെന്ന് വിടുകയുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാന്ന് പറയാണ്. അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. ആര്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര വെച്ചു, ഇതെന്താ ആര്യ ഈ സമയത്ത് ചോദിക്കാം, ഇവിടെ അടുത്തൊരു ഡെലിവറി കൊടുക്കാണ്ടായിരുന്നു, അപ്പോഴേ ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വന്നതെന്ന് പറയണം. ആ സമയം മീനാക്ഷി പറഞ്ഞു, ആര്യം വന്നത് എന്താന്ന് നന്നായെന്ന് പറയാം. അതെന്താ ഇവിടെ ആകെപ്പാടെ പ്രശ്നം അത് ആര്യാന്ന് പറയണം. പ്രശ്നം എന്ത് പ്രശ്നം? ഇതേ ആ ഉദയഭാനു അങ്കിളും ശ്രീകലാൻറ്റി വീണ്ടും ഓരോ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലോ ആകാശിനെ വെച്ച ആകാശ് കടയിൽ നിന്ന് അവരെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് മാറ്റിയിരിക്കുക. അച്ഛനോട് പറഞ്ഞു, അച്ഛനെ ഇപ്പം ചോദിക്കണമെന്നും പറയണമെന്നും പറഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ അതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്കെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, ഈ ആകാശാണ് ഇത് എന്താ? ആകാശനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. ഇപ്പൊ ആകാശനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്, അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ ഇപ്പൊ തീരാത്ത പ്രശ്നങ്ങളുണ്ട്, എത്രയും പെട്ടെന്ന് അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആ സമയത്ത് ആകാശാണ് ഒരുമാതിരി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞ്, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ വരണമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, എന്തേലുമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നം വരുന്നത് എന്താണെന്നറിയാവോ? ആകാശേണ്ട പ്രശ്നമെന്ന് പറയണേ. ആകാശേണ്ട കുറെ നാളായി ശ്രദ്ധിക്കുന്നു, പണ്ടത്തെ ആകാശേണ്ടൊന്നും അല്ല ഇപ്പം, നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മളൊന്നും പറഞ്ഞ അനുസരിക്കുമെന്ന് തോന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആകാശേട്ടൻ കൈവിട്ട് പോകുന്ന എനിക്ക് തോന്നണേന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ആകാശേട്ടൻ ഇപ്പം എന്തേ മീനാക്ഷി അടുത്തൊരു അച്ഛനോടൊപ്പം ചേർന്നിട്ടല്ലേ ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും അങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. മീനാക്ഷി അടുത്ത് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകുന്നു പറയാം. മീനാക്ഷി പറഞ്ഞു, അതൊന്നും സംഭവിക്കില്ല ആര്യ, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയണ. ആര്യം പറഞ്ഞു, ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഗുരുവായൂർ വെച്ച് എന്റെ മിത്രടം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല, വേറെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു, അതാണ് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇപ്പൊ ജീവിക്കാലോ എന്നൊക്കെ പറയാണ്. പിന്നീട് മിത്ര പറഞ്ഞു, ആര്യ അതിനെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, എന്നാ ശരി, എനിക്ക് കുറച്ച് ഡെലിവറിയും കാര്യങ്ങളും ഉണ്ട്, ഞാൻ പോയിട്ട് വന്ന് നമുക്ക് വൈകുന്നേരം വിശദമായിട്ട് സംസാരിക്കാം, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം, ആകാശേട്ടനെ വിളിച്ചിരുത്തി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ഗോമതിയുടെ അടുത്തേക്ക് നന്ദിത വരുവാണ്. നന്ദിത വന്നിട്ട് ഗോമതിയോട് ചോദിച്ചു, എന്താ ഗോമതി ചേച്ചി വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കുക. ഈ മനസ്സ് ശരിയല്ല എന്ന് പറയണേ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? മനസ്സ് നമ്മളെ കൺട്രോൾ നിർത്താനായിട്ട് പഠിക്കണമെന്ന് പറയണേ. വിഷമിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ സങ്കടവും വേദനയും വിഷമവും മാത്രം ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയണം. ഗോമതി പറഞ്ഞ്, എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെണ്ണിനെ തറുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാവോ? അവളെ അങ്ങോട്ട് സ്നേഹിക്കുക, സ്നേഹിച്ച് അങ്ങോട്ട് ചതിച്ചിട്ട് അങ്ങോട്ട് പോവുക, അതായിരിക്കും അവളുടെ മനസ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയതെന്ന് പറയണം. അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അത്. അതുപോലെ എന്നെ ഇപ്പൊ വലിച്ചെറിഞ്ഞില്ലേ നിഷ്കരണം എന്ന് ചോദിക്കാം. അത് കേട്ടുകഴിഞ്ഞപ്പം നന്ദിത പറഞ്ഞു, അങ്ങനെയൊന്നും ഗോമതി ചേച്ചിക്ക് തോന്നണ്ട. അതെ, ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലണം. വാശിയും വൈരാഗ്യം വെച്ചോണ്ട് നിന്നിട്ട് ഒരിടത്തും എത്താൻ പോകുന്നില്ല. അതെ, ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതം താർന്നു പോകുന്നത്. ചേച്ചി കുറച്ച് നാളും കൂടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതം തന്നെ ഇല്ലാതാവും. വെറുതെ നല്ലൊരു ജീവിതം കളഞ്ഞു കുളിക്കണം എന്നൊക്കെ നന്ദിത പറയാണ്. നന്ദിത ഒരു ഉപദേശം കൊടുക്കുകയാണ്. അപ്പോഴേക്കാണ് അലോകും രാജശ്രീയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് നന്ദിത സംസാരം നിർത്തി. ആ സമയം രാജശ്രീ ചോദിച്ചു, എന്താ നാത്തൂനും കൂടെ എന്തോ ഒരു സ്വകാര്യം പറിച്ചില്ല? പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എന്ത് സ്വകാര്യം പറയാനായിട്ടാ? സ്വകാര്യം പറയുന്നൊന്നുമില്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു പറയണം. രാജശ്രീ വന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ തുടങ്ങി. രാജശ്രീ പറഞ്ഞു, എന്നാലും എൻ്റെ ഗോമതി ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ബാലേട്ടൻ്റെ മനസ്സെന്താന്ന്. നിഷ്കരണം ഗോമതി ചേച്ചിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? ഇത്രയും കാലം കൂടെ കഴിഞ്ഞാന്ന് ഒരു പരിഗണന പോലും തന്നില്ലല്ലോ. എന്നിട്ടിപ്പോ കണ്ടില്ലേ, നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു. ഗോമതി ചേച്ചി ഇവിടെ കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുവോളം എന്നുള്ള കാര്യം അപ്പുറേ ബാലേട്ടൻ അറിയാം. എന്നിട്ട് പോലും ഗോമതി ചേച്ചിനെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു സോറ് പറയാനോ വന്നോ? ഇല്ലല്ലോ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ചേച്ചിയോട് ഒരു താല്പര്യം ഇഷ്ടമില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഇനിയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല, ഒരു ദിവസം പോലും കാണാതിരിക്കില്ല എന്നൊക്കെ പറയണ. അലോ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം അമ്മ പറഞ്ഞത്. അതെ അപ്പച്ചിയാണ് ഇവിടെ വെറുതെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് അലോകും ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഗോമതിക്ക് അന്നും കേട്ടിട്ട് ഒരു സമാധാനം ഉണ്ടായില്ല. ഗോമതിയുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ കൂടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലായി. രാജശ്രീക്ക് അലോകിനും കാര്യം മനസ്സിലായി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അപ്പച്ചി ഇവിടുത്തെ ഒരു അംഗമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകത്തില്ല. ഇപ്പോഴും ഇത്ര നാളായിട്ടും ബാലമാമ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴെന്താണെങ്കിലും അപ്പച്ചി അങ്ങോട്ട് തിരികെ പോവാനും പോകുന്നില്ല. ആ ഒരു സന്തോഷം അലോകിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത്
ആകാശും രവീന്ദ്രനും കൂടെ കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിന് വേണ്ടി ഒരു കട നോക്കാൻ പോവാണ്. അങ്ങനെ ഒരു ഷർട്ട് ഇട്ടൊരു കട അവിടെ നിന്നു. ഇനിയിപ്പോൾ ആകാശം ഇതെന്റെ അങ്കിളെന്ന് ചോദിക്കുക. അല്ല, ഇതൊരു കട സൂപ്പർ മാർക്കറ്റ് പണിയാനായിട്ട്. അങ്കിളിനാണെന്ന് നിൽക്കുക. എനിക്കല്ല, ഞാൻ നേരത്തെ ആകാശിനോട് പറഞ്ഞില്ലായിരുന്നോ ആകാശിന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ്. അതിനെന്താ അങ്കിളെ, അത് പിന്നെ എന്നൊക്കെ നിൽക്കുകയാണ്. അല്ല, ആകാശിന് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ട്? എന്ത് ഇഷ്ടക്കുറവ്? പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്താ, അത് പ്രശ്നമാവുമെന്ന് ചോദിക്കണം. എന്ത് പ്രശ്നം? അതിനിപ്പം ഞാൻ ഗോമതി സ്റ്റോഴ്സിലെ ആളല്ലല്ലോ, ഗോമതി സ്റ്റോഴ്സ് ഭരിക്കാൻ വേറെ ആളില്ലെന്ന് ചോദിക്കാം. അതെന്താളും നല്ലൊരു തീരുമാനം തന്നെ ആകാശേ. അതുകൊണ്ട് ഞാൻ ഇതും കൂടെ തീരുമാനിക്കാൻ പോവാ. ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പുറത്ത് മാറിയൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് തന്നെ മതി അങ്കിളെ, എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറയാ. ഞാൻ 1-2 വീഡിയോസ് ഒക്കെ എടുക്കട്ടെ എന്ന് പറയണം. എടുത്തോളാൻ പറയണം. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കണം കടയുടെയും കാര്യങ്ങളുടെയൊക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ആകാശും രവീന്ദ്രനും ഒന്നും പതറി. ആര്യനെ അവിടെ പ്രതീക്ഷ കാര്യമല്ലോ. ആര്യം വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ആകാശട്ടെ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ അങ്കിളുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയണം. അല്ല, എന്തായാലും ഇവിടെ ഞാൻ ഡെലിവറി കൊടുക്കാൻ വന്നാന്ന് പറയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ആര്യ ഉള്ള കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട് കട നോക്കാൻ വന്നാന്ന് പറയണം. ആഹാ, അങ്കിൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാണെന്ന് ചോദിക്കും. ഞാനല്ല, ആകാശിന് വേണ്ടിട്ടാന്ന് പറയണേ. ആകാശന് വേണ്ടോ? എന്തിനാ ആകാശേട്ടാ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്? ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിക്കും. ഗോമതി സ്റ്റോഴ്സോ? അത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കണ ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെയല്ലേ, നമുക്കതിനകത്ത് യാതൊരു വിലയുണ്ടോന്ന് ചോദിക്കണം. ആര്യം പറഞ്ഞു, ഇതെന്താ ആകാശേട്ട ഇങ്ങനെയൊക്കെ പറയണേ? അത് നമ്മുടെ അച്ഛന്റെ കടയല്ലേ, അച്ഛൻ നോക്കി നടത്തുന്ന കടയല്ലേ, പിന്നെ വേറെ ആരെങ്കിലും വന്ന് ഭരിക്കാൻ പോകുന്നുണ്ടോ? അതൊക്കെ ആകാശേട്ടന്റെ തോന്നലാന്ന് പറയണേ. ഇല്ലടാ, തോന്നലൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം തീരുമാനിച്ചു, ആകാശിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പണിത് കൊടുക്കാന്ന്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല അങ്കിളെ, അങ്കിള് വെറുതെ ആകാശനെ കൊണ്ട് കുഴി ചാടിക്കില്ലെന്ന് പറയണം. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, കുഴി ചാടിക്കണോ ഞാനോ? ദേ ആകാശെ, ഞാൻ കുഴി ചാടിക്കോ നിന്നേന്ന ആര്യം പറയണേ. ഞാനങ്ങോട്ട് പോയേക്കാന്ന് പറയണം. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അങ്കിള് പോയല്ലോ, അങ്കിള് നിൽക്കുക, അങ്കിൾ എങ്ങോട്ടേക്ക് പോന്നേ? ഇവിടെ നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ പിടിച്ചു നിർത്തുവാണ്. ഈ സമയത്ത് ആകാശ് ആര്യനോട് പറഞ്ഞു, അതെ, ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, പറഞ്ഞു കേട്ടല്ലോ, ഇത് ഞങ്ങളുടെ കാര്യമാണ്, എന്താ വെച്ചാൽ അങ്കിള് ചെയ്തോളാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് അയാൾ പറഞ്ഞു, രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗോമതി സ്റ്റോഴ്സിന്റെ അവസ്ഥ എന്താന്ന്. ബാലൻ ആ കടലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ശ്രീദേവിയുടെ അച്ഛനും അല്ലേ. ഇങ്ങനെ വേണമെങ്കിൽ അധികം വൈകാതെ ഗോമതി സ്റ്റോഴ്സ് പൂട്ടും. കാരണം ഇവിടെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേനും ഗോമതി സ്റ്റോഴ്സ് പൂട്ടും എന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്കിളെന്ന് പറയാം, നമുക്ക് കാണാന്ന് പറയണം. അങ്ങനെ പരസ്പരം വെല്ലുവിളികൾ നടത്തുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.